എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഹിറ്റാച്ചി അവൻ കബൂട്ടോട് പറയും, ഒരു കാരണവശാലും നീ വന്ന വഴി മറക്കാൻ പാടില്ല. കബൂട്ടോ പറയും, ഒരിക്കലുമില്ല, ഞാൻ വന്ന വഴി എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് നമ്മുടെ കബൂട്ടോ അവനിപ്പോ ഒരു മെഡിക്കൽ ക്യാമ്പിലാണ്. കബൂട്ടോയും അവന്റെ ഫ്രണ്ട്സും സിസ്റ്റേഴ്സും എല്ലാവരും ചേർന്ന് ഇപ്പൊ ഒരുപാട് പേർക്ക് മെഡിക്കൽ ഗെഞ്ചിപ്സ് ഒക്കെ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കബൂട്ടോ ആണെങ്കിൽ ആർക്കോ കാര്യമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാണ്. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ ഒറോച്ചിമാറു. അവൻ കബൂട്ടോട് പറയും, ആക്ച്വലി നിന്റെ ഹീലിംഗ് ജിപ്സു അത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഇത്ര ചെറുപ്പത്തിലെ മെഡിക്കൽ ഗെഞ്ചിപ്സും ഒക്കെ നീ പഠിച്ചെടുത്തോ. ഉറപ്പായാലും വലുതാവുമ്പോ നീ നല്ലൊരു ഷിനോബിയായി മാറും. അതിന് കബൂട്ടോ അവൻ പറയും, എനിക്ക് ഷിനോബി ഒന്നുമായി മാറണ്ട, മറിച്ച് ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ആവശ്യമായിട്ടുള്ള പണം അതുമാത്രം ഉണ്ടാക്കിയാൽ മതി. എന്റെ സിസ്റ്റേഴ്സിനെയും എന്റെ കൂടെയുള്ളവരെയും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, അതുമാത്രമാണ് എന്റെ ലക്ഷ്യം. ഒറോച്ചിമാറു ആണെങ്കിൽ അവനെ നോക്കി ചിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അന്ന് നൈറ്റ് ഡാൻസോയും ആളുടെ 2 അസിസ്റ്റൻസും ഇപ്പൊ ഓർഫനേജിലേക്ക് വരും. അവിടെ എത്തി സിസ്റ്റേഴ്സിനോട് അവർ കാര്യമായിട്ട് സംസാരിക്കും. ഡാസോയുടെ കൂടെയുള്ള 2 അസിസ്റ്റൻസിൽ ഒരാള് സാക്ഷാൽ ഒറോച്ചിമാറുവാണ്. ഡാസോ ഇപ്പോ ആ സിസ്റ്ററിനോട് പറയും, ഞങ്ങൾക്ക് നിന്റെ സഹായം അത്യാവശ്യമാണ്. നീ എത്രയും പെട്ടെന്ന് സ്റ്റോൺ വില്ലേജിലേക്ക് പോയി അവിടെയുള്ള സീക്രട്സ് അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അത് കേട്ട് മദർ ഷോക്കാവും. മദർ പറയും, ഞങ്ങൾ പണ്ട് ഒരുപാട് സ്പൈ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അത്തരത്തിലുള്ള ഒരു വർക്ക് പോലും ഞങ്ങൾ ഏറ്റെടുക്കാറുമില്ല, ചെയ്യാറുമില്ല. സോ ദയവ് ചെയ്ത് ഞങ്ങൾ നിർബന്ധിക്കരുത്. പക്ഷെ ഡാസോ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഇപ്പൊ സിസ്റ്ററിനെ നിർബന്ധിക്കും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അതിനാ ഫാദർ ദേഷ്യപ്പെട്ടു പറയും, അവരിപ്പോ അങ്ങനത്തെ ജോലിയൊന്നും ചെയ്യാറില്ല. അവരിപ്പോ ഒരു സിസ്റ്ററാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് നല്ല വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. അതിന് ഡാസോ ആള് പറയും, സിസ്റ്ററിനല്ലാതെ മറ്റാർക്കും അവിടേക്ക് പോകാനാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്ന് നിങ്ങളെ പ്രഷർ ചെയ്യുന്നത്. ഈ ഒരു മിഷൻ നീ റിജക്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഓർഫനേജിലേക്ക് വരുന്ന ക്യാഷ് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. എന്റെ മുൻപിൽ മറ്റാരുമില്ല, വേറെ ഒരു വഴിയുമില്ല. നീ തീർച്ചയായിട്ടും ഇത് ഏറ്റെടുത്തേ പറ്റൂ. അതിനാ മദർ അവർ തറപ്പിച്ചു പറയും, നിങ്ങളെ കൊണ്ട് ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം ഹൊക്കാഗ ആളാണ് ഞങ്ങൾക്ക് ആ ഫണ്ട് തരുന്നത്. ഉടനെ അസിസ്റ്റൻസ് 2 പേര് അവരിപ്പോ സിസ്റ്റേഴ്സിനെ ഭീഷണിപ്പെടുത്താൻ ആരംഭിക്കും. നിങ്ങളുടെ ഈ ഒരു ഓർഫനേജ് അത് അധികം നാള് മുൻപോട്ട് പോവില്ല. ഇവിടെയുള്ള കുട്ടികളെ നിങ്ങൾ ശരിക്കും പ്രൊട്ടക്ട് ചെയ്തോളൂ. ഉറപ്പായിട്ടും അവരിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അത് കേട്ട് അവർ ഷോക്കാവും. വേറെ വഴിയില്ലാതെ ഇപ്പൊ സിസ്റ്റർ അതിന് സമ്മതിക്കും. അപ്പോഴായിരിക്കും ഡാസോ അവൻ ജനലിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന കബൂട്ടോയെ ശ്രദ്ധിക്കുക. ഡാസോ പറയും, നിങ്ങളുടെ കുട്ടികളിൽ ഒരേ ഒരാളെ നിങ്ങൾ എനിക്ക് വിട്ട് തന്നേ പറ്റൂ. അതിനാ സിസ്റ്റർ പറയും, ഓൾറെഡി നിങ്ങളുടെ മിഷൻ ഞാൻ ഏറ്റെടുത്തു, ഇനിയെങ്കിലും എന്റെ കുട്ടികളെ വെറുതെ വിടണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഡാസോയും ടീമും കബൂട്ടോയെ കൂട്ടി അവിടുന്ന് കടന്നു പോവും. സിസ്റ്റേഴ്സും ബാക്കിയുള്ള കുട്ടികളും ഇപ്പൊ കബൂട്ടോയെ നോക്കി നിൽക്കും. കബൂട്ടോ പറയും, സാരമില്ല, ഇതാണ് ഇനി മുതൽ എന്റെ ജീവിതം. സമയം 9 മണിയായി, നിങ്ങൾ എല്ലാവരും പോയി കിടന്നുറങ്ങ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കാലങ്ങൾ കഴിയുന്തോറും അവൻ ഓരോ രാജ്യങ്ങളിലായിട്ട് ഓരോ ഗ്രാമങ്ങളിലും ചേരി പ്രദേശങ്ങളിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ സ്പൈ വർക്ക് വളരെ കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാസോ അവനെ ലീഫ് വില്ലേജിലെ ഒരു മെമ്പറാക്കി മാറ്റും. ഒരുപാട് വില്ലേജുകളിൽ സ്പൈ വർക്കൊക്കെ ചെയ്ത് സ്റ്റോൺ വില്ലേജില് അവൻ ആദ്യമായിട്ട് പിടിക്കപ്പെടും. അവനുടനെ ഇപ്പൊ ടൈം നോക്കും. സമയം 9 മണി. അവന് പെട്ടെന്നായിരിക്കും അവന്റെ ഓർഫനേജിനെ കുറിച്ചുള്ള ഓർമ്മകള് അവന്റെ മനസ്സിലേക്ക് വരിക. 5 വർഷമായി അവൻ അവിടം വിട്ട് ഇറങ്ങിയിട്ട്. പിന്നീട് ഇതുവരെ അവനെ സ്നേഹിച്ചു വളർത്തിയ സിസ്റ്ററെ കാണാൻ അവൻ അവിടേക്ക് പോയിട്ടില്ല. അവനത് ചിന്തിച്ചു നിൽക്കുന്ന അതേ സമയത്ത് ഒരു ഷിനോബി അങ്ങനെ ചാടി വീഴും. ഉടനെ കബൂട്ടോ അവൻ കത്തിയെടുത്ത് ഇപ്പൊ ഷിനോബിയെ തട്ടിത്തെറിപ്പിച്ച് അവൻ അറ്റാക്ക് ചെയ്യും. കബൂട്ടോ അവന്റെ ഫുൾ പവർ എടുത്ത് അവരെ വെട്ടിയെറിയും. അപ്പോഴായിരിക്കും കബൂട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവൻ വെട്ടിയെറിഞ്ഞത് അത് മറ്റാരെയും അല്ല, അവൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന അവന്റെ സിസ്റ്ററിനെയാണ്. അവൻ ഓടി വന്ന് ഇപ്പൊ സിസ്റ്ററിനെ കെട്ടിപ്പിടിക്കും. സിസ്റ്റർ, നിങ്ങൾ എന്താ ഇവിടെ? കബൂട്ടോയ്ക്ക് പിടികിട്ടും. അന്ന് ഡാസോ പറഞ്ഞ ആ ഒരു സ്പൈ വർക്ക്, ആ ലോങ് ടേം സ്പൈ വർക്ക്, അതിനുവേണ്ടി അവർ തെരഞ്ഞെടുത്തത് സിസ്റ്ററിനെയാണ്. എന്റെ കൈകൊണ്ട് തന്നെ സിസ്റ്ററിനെ ഞാൻ അറ്റാക്ക് ചെയ്തല്ലോ ചിന്തിച്ച് അവൻ വേഗം തന്നെ ഹീലിംഗ് ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ സിസ്റ്ററെ ഹീൽ ചെയ്യാനായിട്ട് ആരംഭിക്കും. സിസ്റ്റർ ആള് പതിയെ കണ്ണു തുറന്ന് അവനോട് ചോദിക്കും, നീ ആരാണ്? കബൂട്ടോ കൈ പിടിച്ച് പറയും, ഇത് ഞാനാണ് കബൂട്ടോ. പക്ഷെ സിസ്റ്റർ
ആൾ അപ്പോഴേക്കും അവിടെ മരിച്ചു പോവാണ്. അപ്പൊ ഹിഡൻ സ്റ്റോൺ വില്ലേജിലുള്ള ഒരുപാട് പേര് അവിടേക്ക് ഓടിയെത്തും. കബൂട്ടോ അവൻ ചാടി ഓടി ഒരു നദിക്കരയിൽ വന്ന് അങ്ങനെ കരയാണ്. അമ്മയ്ക്ക് അവസാനമായിട്ട് പോലും എന്നെ തിരിച്ചറിയാനായില്ല. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ ചെയ്തത്. എന്നിട്ടും അവർക്ക് മാത്രം എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ വെള്ളത്തിൽ നിന്ന് ഒറോച്ചിമാറു അവനിപ്പോ പുറത്തേക്ക് വരും. ഒറോച്ചിമാറു പറയും, ഒരുപാട് നാളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നീ എന്റെ കൂടെ വാ, നിനക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. നിന്റെ അമ്മ എന്തുകൊണ്ടാണ് നിന്നെ മറന്നുപോയതെന്ന് നിനക്കറിയണ്ടേ? എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവനിപ്പോ കബൂട്ടോയും കൂട്ടി അവിടുന്ന് കടന്നു പോകും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികൾ നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ ഹൈഡ് ഔട്ട് കാണിക്കും. അവിടെ കബൂട്ടോ അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കും, എന്നെ എന്തിനാ നീ ഇവിടേക്ക് കൊണ്ടുവന്നേ? സത്യം പറയ്, നിനക്ക് എന്താ വേണ്ടേ? നിന്റെ ഉള്ളില് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നീ ഇവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷെ എനിക്കറിയേണ്ടത് ആ രഹസ്യമാണ്. ആ രഹസ്യം അറിയാവുന്ന ഒരേ ഒരാള് അത് നീയാണ്. അതിന് ഒറോച്ചിമാറു അവൻ പറയും, അതെ, ആ രഹസ്യം അത് മറ്റൊന്നുമല്ല, ഫൗണ്ടേഷൻ നിന്നെയും നിന്റെ മമ്മയെയും നിന്റെ അമ്മയെയും കൊന്നുകളയാൻ തീരുമാനമെടുത്തു. അത് കേട്ടവൻ ഷോക്കാവും. കബൂട്ടോ ചോദിക്കും, ഞങ്ങളെ എന്തിനാ ഫൗണ്ടേഷൻ കൊല്ലാൻ ശ്രമിക്കുന്നേ? ഞങ്ങളല്ലേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാര്. വർഷങ്ങളായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്പൈ വർക്ക് ചെയ്യാണ്. ലീഫ് വില്ലേജിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോ ജീവിക്കുന്നത് പോലും. അതിന് ഒറോച്ചിമാറു പറയും, അതെ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കൊല്ലാൻ പ്ലാൻ ഇടുന്നത്. മറ്റൊന്നുമല്ല, ലീഫ് വില്ലേജിനെ കുറിച്ചുള്ള എല്ലാ ഇന്റൽസും ഓൾറെഡി നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു അപകടത്തിൽ പെടുകയോ ആരെങ്കിലും നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്റൽസ് അത് മുഴുവൻ അവർ കളക്ട് ചെയ്ത് അത് മിസ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഫൗണ്ടേഷൻ എത്തിയത്. മാത്രമല്ല, നിന്റെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. നീ ഓർഫനേജിനെ സഹായിക്കാനും അമ്മയ്ക്ക് ക്യാഷ് കൊടുക്കാനും വേണ്ടിയാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് സ്പൈ വർക്ക് ചെയ്തതെന്ന്. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് മിഷൻ നിന്റെ അമ്മ നിനക്ക് വേണ്ടി ഏറ്റെടുത്തത്. ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ് അവർ മുൻപോട്ട് വെച്ചത്, നിനക്കൊരാപത്തും പറ്റാതെ നീ തിരികെ ഓർഫനേജിൽ എത്തണം. പക്ഷെ ഡാസോ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത മിഷൻ അത് മറ്റൊന്നും ആയിരുന്നില്ല, നിന്നെ കൊല്ലുക എന്നതായിരുന്നു. അത് കേട്ട് കബൂട്ടോ അവൻ ഫ്രീസാവും. ഒറോച്ചിമാർ വീണ്ടും പറയും, നിന്റെ അമ്മയെ ഫൗണ്ടേഷനിലുള്ളവര് ഒരു പ്രത്യേക ടെക്നിക്സ് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്തു. അങ്ങനെ നിന്റെ ഫേസ് അത് നിന്റെ അമ്മ മറന്നുപോയി. അങ്ങനെയാണ് നിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചത്. ലീഫ് വില്ലേജിൽ ദ്രോഹം ചെയ്ത ഒരു ഷിനോബി അവനെ കൊല്ലാനെന്നാണ് ഈ ഒരു മിഷനിൽ നിന്റെ അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് അതിലാരാണോ ജീവിച്ചിരിക്കുന്നത് അവരെ കൊല്ലാനാണ് ഫൗണ്ടേഷൻ എന്നെ അവിടേക്ക് അയച്ചത്. ഇവിടെ കബൂട്ടോയ്ക്കാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. അവൻ ചക്ര പവർ കയ്യിലെടുത്ത് അങ്ങനെ ചാടി വരും. അടുത്ത സെക്കൻഡില് ആ ചക്ര പവർ അതുപയോഗിച്ച് ഇപ്പൊ അവൻ ഒറോച്ചിമാറുവെ അച്ചറം പൊച്ചറം വെട്ടിയെറിയും. അവൻ ദേഷ്യപ്പെട്ട് നിലവിളിച്ച് ഒച്ചത്തിൽ കരയും. ഫൗണ്ടേഷനിലുള്ള നിങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങളെ രണ്ടുപേരെയും ചതിച്ചു. എന്റെ അമ്മയെ പോലും നിങ്ങൾ എനിക്കെതിരെ ഒരു കരുവായിട്ട് ഉപയോഗിച്ചു. പാവന്റെ അമ്മയെ, അവരുടെ മെമ്മറി പോലും നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ മുഴുവനായിട്ടും ആളുടെ മെമ്മറിയിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. മരിച്ചു കിടക്കുന്ന ഒറോച്ചിമാറുവിന്റെ വായിൽ നിന്ന് ഇപ്പൊ മറ്റൊരു ഒറോച്ചിമാറു പുറത്തേക്ക് വരും. കബൂട്ടോ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഒറോച്ചിമാറു പറയും, നിന്റെ സങ്കടവും ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ നിനക്ക് ഒരുപാട് കഴിവുണ്ട്. ഇനിയെങ്കിലും ഞാൻ പറയുന്ന കേൾക്ക്. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നിനക്കും എനിക്കും ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഞാൻ ഒരുപാട് കാലങ്ങളായി കഷ്ടപ്പെട്ട് എന്റെ എബിലിറ്റി അത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ചതാണ് റീബർത്ത് ആവാനുള്ള ഈ ഒരു സ്പെഷ്യൽ ചിപ്സു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തവണ മരണപ്പെട്ടാലും വീണ്ടും വീണ്ടും എനിക്ക് പുനർജനിക്കാൻ കഴിയും. മാത്രമല്ല, ഓരോ തവണയും ഞാൻ പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇത്തവണ ഞാൻ കണ്ടുപിടിച്ചത് അത് നിന്നെയാണ്. നിനക്കൊരു കാര്യം അറിയോ? നീ വലിയൊരു അസറ്റാണ്. നീ ഒരിക്കലും മരിക്കാൻ പാടില്ല. നിനക്ക് വേണ്ടിയാണ് ഈ ഒരു മെഡിക്കൽ ഗെഞ്ചിപ്സു റയർ പ്ലാറ്റ്ഫോം പോലും ഞാൻ ക്രിയേറ്റ് ചെയ്തത്. എന്നെ കൊണ്ട് ഇനിയും ആ ഒരു ഫൗണ്ടേഷനിൽ നിൽക്കാൻ കഴിയില്ല. എനിക്കൊരു പുതിയ രാജ്യം ഉണ്ടാക്കണം. അതിനുവേണ്ടി നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഈ നിമിഷം മുതൽ നീ എൻ്റെ അസിസ്റ്റന്റ് ആണ്, എൻ്റെ സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ ബ്രദറാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. ഡാസോയിൽ നിന്ന് നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. നിനക്ക് ആവശ്യമായതെല്ലാം
ഞാൻ നിനക്ക് തരും. അങ്ങനെ അന്ന് മുതലാണ് അവരാദ്യമായിട്ട് ഒന്നായി മുൻപോട്ട് പോയത്. കുറെ കാലങ്ങൾക്ക് ശേഷം ഒറോച്ചിമാറു അവൻ കബൂട്ടോയോട് അക്കാസ്കി ടീമിനെ കുറിച്ച് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയും. അതനുസരിച്ചാണ് കബൂട്ടോ അവൻ സാസുരിയുടെ സ്പൈ ആയി മാറിയത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവൻ ചെയ്ത ഓരോ എക്സ്പെരിമെന്റുകള് കിമിമാരു, ജൂഗോ അങ്ങനെ ഒരുപാട് പേരുടെ ബോഡിയിൽ അവർ ചെയ്ത എക്സ്പെരിമെന്റ്സ് അതൊന്നായിട്ട് ഇപ്പൊ കാണിക്കുകയാണ്. പിന്നീട് കരീൻ, സുഗട്സു, സാസുക അങ്ങനെ ഒരുപാട് പേരുടെ ബ്ലഡ് സാമ്പിൾസ് അവൻ കളക്ട് ചെയ്തു. അതിനുശേഷം വലിയൊരു പാമ്പിന്റെ ബ്ലഡ് അതെല്ലാ ബ്ലഡുകളുമായിട്ട് അവൻ കമ്പൈൻ ചെയ്ത് അവന്റെ ബോഡിയിൽ തന്നെ ഇഞ്ചക്ട് ചെയ്യുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.